രാവിലെ ഓഫീസിൽ വന്നതിന് ശേഷം, അപ്പോൾ ഈ ഓഫീസ് ഒന്ന് റെഡിയാവേണ്ട കാര്യമുണ്ടായിരുന്നു. ഓഫീസ് റെഡി ആയതിനു ശേഷം ചാർജ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നു മുതൽ ഇവിടെ ഉണ്ടാവും. ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വ്യാഴം വരെ ഇവിടെ തന്നെ കാണും. അത് ഞാനൊരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തരാം. ചില കാര്യങ്ങളുണ്ട്. കാരണം KSRTCയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അപേക്ഷയാണ് എല്ലാവരോടും ഉള്ളത്. കാരണം പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പത്തനാപുരത്ത് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രോഗ്രാമുകൾ MLA തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഔദ്യോഗികമായി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാം എന്നുള്ളതല്ല. ഈ തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാനിവിടെ ഇരുന്നാലേ ഈ വകുപ്പുകളുടെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നെ ഒരു 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലാരെയും സന്ദർശകരെ കാണുന്നില്ല. ഞാൻ MP-മാർക്കും MLA-മാർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും എന്നെ കാണാം. അതിനൊരു തടസ്സമില്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവരാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. സന്ദർശകർക്ക് സമയത്ത് ഇവിടെ ഉണ്ടാവും ഞാൻ. അതുകൊണ്ട് എല്ലാവരും അതിനോട് സഹകരിക്കണം. പിന്നെ ഞാനൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട്. ദയവ് ഈ പ്രോഗ്രാമിന് വരുമ്പോൾ വലിയ വലിയ പടം വെച്ച മൊമെൻറ്റോ ഒന്നും തരരുത്. എനിക്കത് താല്പര്യമില്ല. കാരണം അത് എൻ്റെ പടം വെച്ച് മൊമെൻറ്റോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഞാനൊരു പത്രക്കുറിപ്പ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. പക്ഷേ അത് ഉച്ചയോട് ഞാൻ ഇന്ന് മുഴുവൻ സമയം ഇവിടെ തന്നെ കാണും. KSRTC MD വരും, എല്ലാവരോടും സംസാരിക്കും. നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരുമായിട്ട് ആലോചിച്ചിട്ട്. അല്ല, ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് KSRTCയുടെ ചിലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ. കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതിനോടൊപ്പം ചിലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു വെറും, ഞാൻ പറഞ്ഞില്ലേ, മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. അത്രയേ ഉള്ളൂ. അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിയും. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി, മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി KSRTC MD-യോട് വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MD-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ് യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ്. അന്ന് 2001 KV തോമസ് സാറ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എനിക്ക് 7 ടോയ്ലറ്റുകൾ തന്നു. അതിലൊന്നാണ് കൊട്ടാരക്കരയിലുള്ളത്. പക്ഷെ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡലിൽ വലിയ ചിലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ്, ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കും, നമ്പർ കൂടിയിരിക്കും. അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക്. അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. ആ സ്ഥലങ്ങൾ ഹൈജീനിക്കല്ല, അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു. പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം. നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി കൊടുക്കൂ. ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം, പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ KSRTC ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുക്കുകയുള്ളൂ. അതെ, ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരന്. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും, എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനിയുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ, അവരെ വണ്ടിയൊന്നും നിർത്തില്ല. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്നൊരു നേട്ടം നമ്മൾ കൈവരിക്കും. അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് TC ഞാനുമായിട്ട് അതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. 1-2 ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു.
ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നോടി കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതി. പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും പലപ്പോഴും യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അച്ഛൻ അടക്കം അത്തരം പ്രശ്നങ്ങളിലൊക്കെ അഭിമുഖീകരിച്ചാണ്. നേരത്തെ പഴയ മന്ത്രിക്കെതിരെ പോലും സിഇടിയുമാണ് ഏറ്റവും കൂടുതൽ സമരം അടക്കം നടത്തിയപ്പം ഇവരെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും? ഇല്ല, അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും. ഞാൻ 2001 എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ്. അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം, അവരുടെ പെൻഷനിങ്ങുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും. പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു. ഒരു ചാനൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ചു മുൻമന്ത്രിയെ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ളൊരു വിരോധം കൊണ്ട് നിങ്ങളാരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്നെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു. നിങ്ങളാരും കണ്ടില്ല. കേരളത്തിലെ ഒരു മീഡിയയും കാണാത്തൊരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞത്, ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്നൊരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയൻ്റെ പ്രമുഖ നേതാക്കൾ, ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു, ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ, ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമില്ല. വലിയ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. പിന്നെ അത് നമ്മളെ ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTC അടക്കം കഴിഞ്ഞ കുറേ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടേതായ പരിമിതിയുണ്ട്. പക്ഷേ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം. ഇല്ല, അങ്ങനെയല്ല. പണം വരുന്നുണ്ട്, പണം കലക്ടറോട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കലക്ടറോട് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിൽ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. അല്ല, അതൊന്നും നശിച്ചു പോയൊന്നുമില്ല. പൊതുമുതൽ ചെലവഴിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കുക, അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയുക, അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല. ഈ ബസ്സുകൾ തന്നെ, ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്തുണ്ട്. എനിക്കൊരു വ്യക്തി പൗര നിലയിലൊരു സങ്കടം, അത് കഴുകാറില്ല എന്നുള്ളതാണ്. ഇതുവരെ കഴിയില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു, ആ വണ്ടി ഇറക്കിയിട്ട് 1 മാസം 1.5 മാസമായിട്ടുള്ളൂ, അത് ഇന്നും കഴിയിട്ടില്ല. വെള്ളമില്ലാത്തടത്ത് കൊണ്ടുവന്ന് കാർ വാഷ് വെച്ചാൽ കണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം. തോട്ടിൻ്റെ കരയിലെങ്ങാണ് കിണർ കുത്തിയിട്ട് അവിടെ വയ്ക്കണം. അതാണ് കുഴപ്പം. കാർ വാഷ് വെച്ചു, പക്ഷെ വെള്ളമില്ല. അതുകൊണ്ട് എന്ത് കാര്യം? ഈ കാർ വാഷൊന്നും KSRTC ബസ്സിന് പറ്റില്ല, കാറിനെ പറ്റും. കാരണം നമ്മുടെ കാറുകൾക്കൊരു എയറോഡൈനാമിക് ഷേപ്പുണ്ട്. അതിലൂടെ കാർ കടന്നു പോകുമ്പോഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകിട് വെച്ചടിച്ചളയും. നല്ല സ്വിഫ്റ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച കളറിൽ റിവറ്റ് വെച്ചടിച്ചളയും. ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ച കളർ പലക ഇടിച്ചിടത്തേ ഒരു പാച്ച് വയ്ക്കും. ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങിയാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും. അതുകൊണ്ട് അതല്ല, മാനുവലി തന്നെ കഴുകേണ്ടി വരും. കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട്. അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും. ആ വണ്ടി ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു, ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ്. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല, ആണോ? സത്യമാണോ? അതൊക്കെ നല്ല സാധനമല്ലേ, നല്ല പുതിയ വണ്ടിയല്ലേ, കഴുകി വൃത്തിയാക്കി വെക്കണ്ടേ? ഇല്ല, എടുത്തിട്ടില്ല. അത് ഇന്നെടുക്കും. നമ്മളെടുത്തിട്ട് ഞാനത് അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവരെടുത്ത് തരട്ടെ. ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക്
ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് 15 മിനിറ്റ് എന്നുള്ള മാറ്റം. രാവിലെ ഒരു 6 മണിക്ക് ഒരു വണ്ടി പോയാൽ പിന്നീട് 6:30-ക്ക്, പിന്നെ 7 മണിക്ക്, പിന്നെ 7:45-ന്, ആദ്യം ഒരു 3/4 മണിക്കൂർ ഗ്യാപ്പിൽ 6 മണി കഴിഞ്ഞാൽ 6:45, പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 8 മണി പീക്ക് ടൈം ആകും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ 8:15, 8:30 എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഒരു 10:45 മണി വരെ നമ്മൾ ഓഫീസിൽ എത്തുന്നവരെ നമ്മൾ 15 മിനിറ്റ് ഗ്യാപ്പിൽ പോകും. പിന്നീട് അതിനെ 3/4 മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി, 1 അവർ ഗ്യാപ്പാക്കി മാറ്റി. അപ്പോൾ ഉച്ചയ്ക്ക് 12 ഡ്രൈവർ 2 മണിക്ക് ശേഷം 2:30, 2:45-ന് ശേഷം വീണ്ടും 15 മിനിറ്റ് ഗ്യാപ്പിലേക്ക്, 3:15 മുതൽ 15 മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഓട്ടം കുറയും. ഈ ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അവർക്കൊരു വിശ്രമമാവുകയും ചെയ്യും, അടുത്ത ട്രിപ്പ് എടുക്കും. കാരണം പക്ഷേ ഈ അത് 15 ആളില്ലെങ്കിലും 15 മിനിറ്റ് ഓടുന്ന എല്ലാ പരിപാടിയും, അതായത് സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയ്ക്കും. അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. KTDFCയുടെ ചർച്ച വെച്ചിട്ടുണ്ട്. ഇന്ന് MD-യോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നിട്ട് ചർച്ച, അതൊക്കെ പരിഹരിക്കുമല്ലോ. അതൊരു ഗവൺമെൻറ് ഉത്തരവാദിത്വമല്ലേ, നമുക്കത് കളഞ്ഞിട്ട് ഓടാൻ പറ്റുമോ? ആ കെട്ടിടം ഒന്ന് വൃത്തിയാക്കണം, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, അതും തുടയ്ക്കാറും കഴുകാറുമില്ലെന്ന് പറഞ്ഞിട്ട് PC അവിടെ അല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റമൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടന്നൊരു സ്ഥലമാണ്. അത് മോശമായി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. എന്നെ പലരും ക്ഷണിച്ചങ്ങോട്ട് നല്ല വൃത്തിയാക്കും. നിങ്ങൾക്ക് അതങ്ങനെ മറ്റേ ആളെ പോലെ ചിന്തിക്കരുത്. അതൊരു ദുഷിച്ച ചിന്ത പാടില്ല. ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ എനിക്ക് തൂക്കാൻ അറിയാവുന്ന ചൂലെടുത്ത് ഞാൻ തൂക്കുന്നേ പറഞ്ഞുള്ളൂ, അല്ല ഞാൻ വേറൊരാൾ തൂത്തില്ലെന്ന് പറഞ്ഞില്ല. വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു വേർഷനിലേക്ക് പോകുന്നത്? മറ്റേ മന്ത്രിയും ഞാനുമായിട്ട് ഒരു പിണക്കുമില്ല, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും ഞാൻ പയ്യനാണ്, അന്നും എനിക്കറിയാം. നമ്മൾ ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ്. നമ്മളങ്ങനെ ആരോടും മത്സരത്തിനില്ല, കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല. ദയവ് ചെയ്ത് കഴിഞ്ഞ ആവശ്യക്കണക്ക് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതെ. എന്തിനാണ് പറയാത്ത കാര്യം? ആ വ്യക്തിക്ക് എന്നോടുള്ള വിരോധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് എനിക്കറിയാം, കാരണം എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. അല്ലെങ്കിൽ ആ നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുപ്പ് നിർത്തി, അതോടുകൂടി നിർത്തി. ഇനി ഇൻ്റർവ്യൂ ഒന്നുമില്ല, ഇതുപോലെ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത്. പലപ്പോഴും വഴി കേൾക്കുന്ന ഏറ്റവും വലിയ വകുപ്പ് മോട്ടോർ വാഹന വകുപ്പാണ്. ഒരുപാട് അഴിമതിയും പ്രശ്നങ്ങളും കാര്യങ്ങളും എത്രയും നന്നാക്കാൻ ശ്രമിച്ചാലും പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഈ ഇറക്കി തന്നെ മീഡിയ കൊണ്ടൊരു വാർത്ത പുറത്തിരുന്നു, അവിടെ ഒരു വ്യാജ ഉദ്യോഗസ്ഥൻ തന്നെ ഞാൻ കണ്ടു ജോലി ചെയ്യുന്നത്. മറ്റെത്രയോ പ്രശ്നം അതിലെന്തെങ്കിലും അന്വേഷണം, അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും. അതിലൊക്കെ നടപടി ഉണ്ടാവും. ഇനി വ്യാജന്മാരൊന്നും കയറരുത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ, അതൊക്കെ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജൻറ്റന്മാരും ഒക്കെ നിർത്തണം. ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശയ്ക്ക് വന്നാൽ ഞാൻ കേൾക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന അപകടം സംഭവിച്ചു, 2 പേര് മരിച്ചു, RTO വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യമില്ല. കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും പോയിട്ട്. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഗിന്നസ് ബുക്കിൽ കയറില്ല. ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. TC ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുന്നുണ്ട്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെ കൊടുക്കുന്നില്ല. കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും. വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ച്. മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും. അതൊന്നൊരു ജനകീയ പ്രശ്നമല്ല, അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ്. പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ലൈസൻസ് ഉണ്ട്, അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല. റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല. ഒരു മിക്കവാറും പാർക്കിംഗ് എല്ലാം നടുക്കല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട്, അതിനകത്താണ് ഇടുന്നത്. പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല. ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും
നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം, മറ്റുള്ളവർക്ക് അസൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി എടുത്ത് കാണിക്കണം. കാണിക്കുന്നവർക്ക് ലൈസൻസ് എച്ച് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല. അതെ, നമുക്കതിനെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട, പകരം TC അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു ആശയം പറയണം, നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുകയാണ്. ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ്, അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്, ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കട്ടെ. ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും, അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഇപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അത് ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറ എല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും. അനുവാദം കൊടുക്കുന്ന ആ യാർഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളോ ട്രെയിനിങ്ങോ ഒക്കെ നടത്താൻ പാടുള്ളൂ, റോഡിൽ പറ്റില്ല. 3 പേര് വണ്ടിയിൽ പോയാൽ ഹെൽമറ്റില്ല, കർശനമായ നിലപാടായിരിക്കും. 3 പേര് ബൈക്കിൽ പോവുക, പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക, പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ്. അല്ല, ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ TCയോട് പറഞ്ഞു. ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിലിട്ട് നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക, ഇവിടെ വെച്ചിട്ട്, പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക, വളരെ ഡേഞ്ചർ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റ് ആയിരിക്കും. അതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും. ഞാൻ നേരത്തെ മന്ത്രി ആകുമ്പോൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതി എന്തു പറയുന്നു അതുപോലെയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല, നമുക്ക് ആർക്കും കഴിയത്തില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. അതിൽ കേസ് നടക്കണം, ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം. ഇതൊന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും KSRTCക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു വെല്ലുവിളിയൊന്നുമില്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ, ഉദ്യോഗസ്ഥർക്കുണ്ട്. പിന്നെ നിയമലംഘനമൊന്നും അനുവദിക്കത്തില്ല. നിയമലംഘനം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ. തരുമ്പോൾ ആ പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. ഒരിക്കലും നമ്മളതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം. ഇപ്പം നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല, അത് കോടതി തന്നെ ചെയ്യണം. വക്കീലന്മാർ കോടതിയെല്ലാം അതിന് അപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും. തപാൽ വകുപ്പിന് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് ധാരാളം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. തന്നെ അങ്ങ് പറയട്ടോ, എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ അങ്ങ് പറയുന്നതാണ്. തപാൽ വകുപ്പിന് കുടിശ്ശിക കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പാണ് പൈസ തരേണ്ടത്. പൈസ തന്നോട്ടെ. ഞാൻ ഇന്ന് TCയോട് സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, അദ്ദേഹം സംസാരിച്ചില്ല. ഈ തപാൽ വകുപ്പിനെ കാത്തിരിക്കുന്നില്ല. ആളുകൾക്ക് കയ്യിൽ തന്നെ ഈ ലൈസൻസ്, പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ഇത് കാർഡ് വെച്ച ലൈസൻസ് തന്നെ വേണം. ഈ പേപ്പർ ഒന്ന് കൊണ്ടുകൊടുത്ത് അവിടെ എടുക്കില്ല. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് അവിടെ ഹോൾഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലേ? TC നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ തപാലിന് വേണ്ടി തപാലിന് പൈസ കൊടുക്കും, അത് ധനകാര്യം, അത് നമ്മൾ കുടിശ്ശിയാണ് കൊടുക്കും. പക്ഷേ നമ്മൾ ഒരു മാറ്റം വരുത്തുന്നു, തപാലിൽ അയക്കുന്നതിന് പകരം അത് കയ്യിലും കൊടുക്കാൻ തീരുമാനിച്ചു. വന്നു കഴിഞ്ഞാൽ ആളുടെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട് അവർക്കങ്ങ് ഹാൻഡ് ഓവർ ചെയ്തേക്കാം. ഏജൻറ്റ് വന്നാൽ കൊടുക്കത്തില്ല കേട്ടോ, ഏജൻറ്റ് വന്നാൽ കൊടുക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ലൈസൻസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ആധാർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിത് തരാനുള്ള സംവിധാനം ചെയ്യും. ഈ കാർഡ് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരും. കാർഡ് എന്ന് വെച്ചാൽ കാർഡ് വേണം. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടുത്തെ ലൈസൻസ് കിട്ടും, ഈ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ. അപ്പോൾ അതിന് കാർഡ് തന്നെ വേണം. അല്ല ഒരു പേപ്പറിൽ RT എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് കാർഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും. ചില തടസ്സങ്ങളുണ്ട്, അത് ദൂരീകരിക്കും. ഇത്തരം കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നാളെ ഞാനും TCയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും പമ്പയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഓപ്പറേറ്റ് ചെയ്യും. അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ട്രൈ ചെയ്യും. പോലീസിനെയും MLA വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തും.
വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകണം എന്ന് പറയാം. അപ്പം പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളതാണ്. ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാതെ വണ്ടികൾ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും. കാരണം കുറഞ്ഞ ടൈമേ ഉള്ളൂ, പക്ഷേ എന്നാലും മാക്സിമം ശ്രമിക്കും. നമ്മളതനുസരിച്ച് സിസ്റ്റം നീങ്ങും. ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ KSRTC ഓപ്പറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് നാളെ തന്നെ പോയിട്ട് വന്നാൽ ഉടനെ നീക്കും. ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരെ വിടും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഒരു ഗ്രൂപ്പിനെ പരിശോധനയ്ക്കല്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വിടാം അല്ലേ. അടുത്തടുത്ത ജില്ലകളിൽ നിന്ന് അവരെ എല്ലാവരും ഒരു 4-5 ദിവസത്തെ ഡ്യൂട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും. വഴി തടഞ്ഞു നിർത്താനും പരിശോധിക്കാനൊന്നും അല്ല കേട്ടോ, അതൊന്നും ഉണ്ടാവില്ല. കടത്തി വിടാൻ വേണ്ടി മാക്സിമം വണ്ടികളെ. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ എപ്പോഴും നിങ്ങളെ കണ്ടില്ല എന്നോട് പ്രതിഷേധിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റെ ഓഫീസ് ചോദിച്ചാൽ അത് ഞാൻ വിവരങ്ങൾ തരാം. കാരണം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് നമ്മൾ വഴി വെച്ച് സംസാരിക്കേണ്ട, നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കാം. വഴി വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ. ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഊഹിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ പറയാനുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് പറയുന്നവനാണ്. നിങ്ങൾ ഊഹിച്ചേച്ച് മറ്റേ ആൾ ഊഹിച്ചതുപോലെ ഊഹിച്ചേച്ച് വെറുതെ ആളുകളെ തമ്മിൽ വെറുപ്പിക്കരുത് എന്നൊരു ഹൃദയമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തിനാണ് എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കുന്നത്? ഒരു കാര്യമില്ലാതെ ആ വിവാദം നിങ്ങളെല്ലാവരും പറഞ്ഞ് കേട്ടതാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എനിക്കിതിൽ ചോർച്ചയുണ്ടെന്നും പൈസ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടുത്തെ യൂണിയൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ, അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളാണ് പറയുന്നത് വണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പഴയ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ വലഞ്ഞു പോകും. വണ്ടി കഴിയില്ല എന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പേരൂക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കി അയ്യോ ഇത് കഴിയിട്ടില്ല, പുതിയ നല്ല വണ്ടിയായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളും പുറത്തോട്ട് പോകുമ്പോൾ നോക്കുക, ഒന്ന് കഴുകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നുള്ളേ ഉള്ളൂ. ഞാനും കഴിവുമെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.